ഹലോ, വെൽക്കം ബാക്ക്. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഒരു മതപുരോഹിതനാണ് എന്ന് എല്ലാവരും അവകാശപ്പെടുന്നു എന്ന വ്യക്തി കേക്കിനെ പറ്റിയിട്ട്, ക്രിസ്മസ് കേക്കിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. അതെന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം. ഇന്നലെ എൻ്റെ ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായേ. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ, അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി, നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പോൾ അവരോട് പറഞ്ഞു, ചേട്ടാ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ്, അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബേക്കറിയുടെ പേരെന്നാ? ഒരു ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? അപ്പോൾ അവർ പറഞ്ഞത് മുസ്ലിംസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിതും തൂറിയതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, എൻ്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. കേട്ടില്ലേ? ഇതാണ് ആ വോയിസ് ക്ലിപ്പ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, മക്കളെ ഞാൻ ഈ കേക്ക് എവിടെ നിന്നാണ് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു, ചേട്ടാ ഇത് ഇന്ന സ്ഥലത്ത് നിന്നാണ് എന്ന് പറഞ്ഞു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു മതപുരോഹിതനെ ആരും, ഏത് മതസ്ഥരാണെങ്കിലും ഇതുവരെ ചേട്ടാ എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. അത് അച്ഛ എന്നാണ് വിളിക്കുക സാധാരണ, എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ സംസാരിച്ചേക്കുന്ന ഒരു മതപുരോഹിതനല്ല എന്നുള്ളത്. ഞാനിത് കണ്ടത് റെയർ റീൽസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ്. അദ്ദേഹം അതിൽ മതപുരോഹിതൻ എന്ന് എടുത്ത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ ഇപ്പോൾ ഒരു നമ്മുടെ ഇടവകയിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ മതത്തിലെ ഒരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. കാര്യം ഒരു മതത്തിൽ, എല്ലാ മതത്തിലും വിവരമുള്ളവരും വിവരമില്ലാത്തവരും മതത്തെ പറ്റിയിട്ട് അവഹേളിച്ച്, മറ്റു മതങ്ങളെ അവഹേളിച്ച് പറയുന്നവരും ഒക്കെയായ എല്ലാവിധ ആളുകളും എല്ലാ മതത്തിലുമുണ്ട്. പക്ഷെ ഒരു പുരോഹിതൻ അങ്ങനെ പറയുക എന്ന് പറയുന്നത് തികച്ചും തെറ്റ് തന്നെയാണ്. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം സ്വീകരിച്ച ആള് എന്നാണ്. ഈ പൗരോഹിത്യം സ്വീകരിച്ച ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റ് തന്നെയാണ്. അദ്ദേഹം ഇങ്ങനത്തെ ഒരു മെസ്സേജ് അല്ല സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത്. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. നിങ്ങൾക്കതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന പള്ളിയിലെ ഇന്ന പുരോഹിതൻ, ഇന്ന വികാരി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യൂ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ വിചാരണ നേരിടാൻ അർഹനാണ്. ഇല്ലാതെ തെറ്റ് ചെയ്യാത്ത പക്ഷം, എനിക്കിത് ആ ചേട്ടാ എന്നുള്ളൊരു വിളിയിൽ തന്നെ എനിക്ക് മനസ്സിലായി അത് പുരോഹിതനല്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതൊരു മതപുരോഹിതനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് സ്പ്രെഡ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. വേറൊരു ചാനലിലും ഞാൻ ഈ സെയിം ഇഷ്യൂ കണ്ടു കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് ഈ ഒരെണ്ണം കണ്ട് ഞാനിത് വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് ഇത് വേറൊരു ചാനലിൽ ഞാൻ കാണുന്നത്. പക്ഷെ അതിൽ കുറച്ചുകൂടെ ലഘൂകരിച്ചിട്ടാണ് പറയുന്നത്. എന്നാലും ഒരു പള്ളിയിലച്ഛൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു മതത്തെ, ഹിന്ദു മതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ മുസ്ലിം മതത്തെയോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തെയും ബൂസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ ഒരു മതത്തിലെ ആളുകളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതുമായ ഒരാളല്ല ഞാൻ. പക്ഷേ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ എനിക്ക് ഇതിലൊട്ടുമേ ഒരു നിജസ്ഥിതി ഇല്ല എന്ന് തോന്നിയിട്ടാണ്. കാര്യം ഇങ്ങനെ ഒരാളല്ല ഇത് ചെയ്തേക്കുന്നത് എന്നിരിക്കെ, എന്ന് വ്യക്തമായി തെളിവില്ലാതിരിക്കെ ഇങ്ങനെ എവിടുന്നോ കിട്ടിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ്, ഒരു വോയിസ് എടുത്തിട്ട് ഇങ്ങനെ, ഇപ്പോഴാണെങ്കിൽ ഈ വർഗീയത എന്ന് പറയുന്നത്, ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് തീരെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരു ആഹ്വാനം കിട്ടിയാൽ എപ്പോൾ കലാപം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ആളുകൾ മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ വേണ്ടിയിരുന്നില്ല ഇങ്ങനെയുള്ള ഒരു അപവാദ പ്രചരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ താങ്കൾക്ക് അതിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ പുറത്തു വിട്ടോളൂ. ഇത് താങ്കളെന്നല്ല, ഈ വീഡിയോ പുറത്തു വിട്ടവരൊക്കെ അവർക്ക് വ്യക്തമായ തെളിവുണ്ട്, ഇന്ന പള്ളിയിൽ ഇന്ന അച്ഛൻ ഇങ്ങനെ സംസാരിച്ചതാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം വിചാരണ നേരിടട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇത് ചുമ്മാ ആളുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കാനായിട്ട്, ഇപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു പുണ്യമുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വെറുതെ ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ വേണ്ടാത്തതൊക്കെ കുത്തിവെക്കാനായിട്ട് വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതല്ല, താങ്കൾ ആ വീഡിയോയിൽ വളരെ രൂക്ഷമായിട്ട് മതപുരോഹിതനെ, ഇപ്പം ഞങ്ങളൊക്കെ അച്ഛൻ എന്ന് വിളിക്കും, പള്ളി വികാരി എന്ന്
നിങ്ങൾ വല്ലാണ്ട് രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇതിനൊക്കെ അദ്ദേഹം അർഹനാണോ? ഇപ്പം താങ്കൾ പേര് പറയാത്തിടത്തോളം കാലം ഓരോ പള്ളി വികാരികൾക്കും ഓരോ പുരോഹിതനെയും ബാധിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ മതത്തിലെ പുരോഹിതനെ ആണെങ്കിലും ഹിന്ദു മതത്തിലെ പൂജാരിയെ ആണെങ്കിലും തന്ത്രികളെ ആണെങ്കിലും അതേപോലെ മുസ്ലിം മതത്തിലെ ഉസ്താദുമാരെ ആണെങ്കിലും ആരെയാണെങ്കിലും ആ ഒരു പ്രത്യേക പദവി അലങ്കരിക്കുന്ന ആളുകളുടെ നേരെ നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ 100% ശരിയുണ്ടോ എന്നറിഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട്, എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിക്കാനായിട്ട്. ഇതിൽ നിജസ്ഥിതി അറിയില്ല, എവിടുന്നോ വന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ നിന്ന് എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടവകയിലെ ഏതെങ്കിലും ഒരു അംഗമാണ് ഇത് പറഞ്ഞതെങ്കിൽ എനിക്ക് അതിശയോക്തിയൊന്നുമില്ല. കാര്യം പല വിധത്തിലുള്ള മനുഷ്യരെ എല്ലാ മതത്തിലുള്ളതാണ്. പക്ഷെ പള്ളി വികാരിയാണ് എന്ന്, പുരോഹിതനാണ് എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം അറിയാതെ സംസാരിക്കരുത്. കാര്യം അത്രത്തോളം രൂക്ഷമായ ഭാഷയിലും കൂടെ ഇതിനെ വിമർശിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ പോയിട്ടുള്ള പള്ളികളിലും എൻ്റെ ഇടവകയിലും ഒക്കെ ഒരിക്കൽ പോലും ഒരു അച്ഛന്മാരും ഒരു വികാരിമാരും നിങ്ങൾ അന്യമതസ്ഥരുടെ കടയിൽ നിന്ന് അത് വാങ്ങരുത് ഇത് വാങ്ങരുത് എന്നൊന്നും പറയുന്ന ഞാൻ കേട്ടിട്ടേ ഇല്ല, പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ എല്ലാവരോടും ഒരുപോലെ സഹകരിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള അന്യമതസ്ഥരോടും കൂടെ നമ്മൾ ഒരുപോലെ സഹകരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർ തെറ്റ് ചെയ്താൽ വിമർശിക്കാം. തെറ്റ് ചെയ്യുന്ന ഒരുപാട് പള്ളിയിലച്ചന്മാരുണ്ട്. പള്ളിയിലച്ചന്മാർക്ക് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട്. അവരെ വിമർശിച്ചോളൂ. അങ്ങനെയുള്ളവരെ വിമർശിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഒരു കഴമ്പുമില്ലാത്ത ഒരു തെളിവുമില്ലാത്ത ഒരു കാര്യം കൊണ്ടുവന്നിട്ടിട്ട് ഇതേപോലെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ളവർക്കൊക്കെ അത് കണ്ടു നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തെറ്റ് ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ, അതിന് കാടടച്ച് വെടിവെക്കുക എന്ന് പറഞ്ഞതുപോലെ പുരോഹിതന്മാർക്ക് നേരെ എല്ലാം എയ്യുന്ന ഒരു അമ്പായിട്ട് എനിക്കിത് തോന്നി. വളരെ 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 മോശമായിട്ട് എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ താങ്കൾ അടുത്തൊരു വീഡിയോ ചെയ്യൂ, ഇന്ന ഇടവകയിൽ ഇന്ന പള്ളിയിൽ ഇന്ന അച്ഛനാണെന്ന് നിങ്ങൾ തെളിവ് സഹിതം ഒരു വീഡിയോ ചെയ്യൂ. ദാറ്റ്സ് ഓക്കെ. അദ്ദേഹം അത് അനുഭവിക്കട്ടെ. അദ്ദേഹം ചെയ്തത് ഇങ്ങനെ ഒരു വികാരി അച്ഛൻ ചെയ്തു എന്നുണ്ടെങ്കിൽ, ഒരു പുരോഹിതൻ ചെയ്തു എന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. ഒരിക്കലും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. മുസ്ലിംസ് ഉണ്ടാക്കുന്ന കേക്ക് കഴിക്കാൻ പാടില്ല. എന്താണ് അതിനുള്ളിലെ ആധികാരികത എന്നൊന്നും എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും പിന്നെ ഓരോ മതത്തിനും അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അത് ഓരോ മതസ്ഥരും, ഇപ്പോൾ ക്രിസ്തുമതം എന്ന് മാത്രമല്ല ഓരോ മതസ്ഥരും അത് പാലിക്കുന്നുണ്ട്. അതിന് വേറെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അല്ലാതെ ഈ ഒരു കേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വേറൊരു മതസ്ഥരുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് മേടിക്കരുത് എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. എല്ലാവരും ഒരുപോലെ ജാതി മത ഭേദമന്യേ ഒരുപോലെ വാണാൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ ആരാ നമ്മളെ സഹായിക്കാനുണ്ടാവാന്നൊന്നും ഒരിക്കലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ അനാവശ്യമായ ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ എനിക്കിത് തികച്ചും അനാവശ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ഞാൻ എന്തെങ്കിലും ഒരു വൃത്തികേട് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു കന്യാസ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ നാളെ ഏതോ ഒരു കന്യാസ്ത്രീ പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിക്കില്ലേ? ആർക്കെങ്കിലും എടുത്തത് ഉപയോഗിച്ചൂടെ? പക്ഷേ ഇവിടെ റിയാലിറ്റി എന്താണ്? ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി വേറെ എൻ്റെ എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമാണെങ്കിലോ അത് റിയാലിറ്റി ആണോ? പക്ഷെ ഒന്നും അറിയാതെ ഇന്നത്തെ കാലത്ത് ഒരു വോയിസ് സ്പ്രെഡ് ചെയ്യുക, ഒരാൾക്കൊരു വോയിസ് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈസി ആയിട്ട് ആർക്കെതിരെയും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളതെടുത്ത് പബ്ലിക് ആക്കുമ്പോൾ അതിൽ എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടോ എന്നറിഞ്ഞിട്ട് മാത്രം പബ്ലിക്കാക്കുക. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള മതപരമായ കാര്യങ്ങളിൽ മതമേലധ്യക്ഷന്മാരെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ തികച്ചും എല്ലാ മതസ്ഥരും ശ്രദ്ധിച്ചു തന്നെ സംസാരിക്കുക. ഏത് മതത്തിൽപ്പെട്ട പുരോഹിതന്മാരെ പറ്റി സംസാരിക്കുമ്പോഴും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അല്ലാതെ അത് ആ ഒരു മതവിഭാഗത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മതസ്ഥരുമായിട്ട് അവർക്ക് അത്രത്തോളം ശത്രുത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇരു കൂട്ടരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതിനകത്തെ താങ്കളുടെ വിമർശനവും എനിക്ക് വല്ലാതെ വല്ലാതെ രൂക്ഷമായിട്ട് തന്നെയാണ് താങ്കൾ വിമർശിച്ചേക്കുന്നത്. വിമർശിച്ചോളൂ, താങ്കൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ സത്യമാണ് ഇന്നതാണെന്ന് തെളിഞ്ഞിട്ട് ആ വോയിസ് ഇന്ന അച്ഛനാണെന്ന് പേര് സഹിതം പറഞ്ഞ് താങ്കൾ വിമർശിച്ചോളൂ. അല്ലാതെ ഒന്നും അറിയാൻ വയ്യാത്ത എവിടെയോ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് കിടക്കുന്ന ഒരു വോയിസ് എടുത്തിട്ട് ദയവായിട്ട് ഇങ്ങനെ അവഹേളിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്